സിനിമാ കോൺക്ലേവിൽ നടത്തിയ പ്രസംഗത്തിൽ വിശദീകരണവുമായി സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. ദളിതരെയും സ്ത്രീകളെയും മോശമായി പറഞ്ഞിട്ടില്ല. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന എല്ലാ നവാഗത സിനിമാ സംവിധായകർക്കും പരിശീലനം വേണം. മന്ത്രിക്ക് ചലച്ചിത്ര മേഖലയുമായി ബന്ധമില്ലാത്തതുകൊണ്ടാണ് വിമർശനം ഉന്നയിച്ചതെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. യാതൊരു പശ്ചാത്തലവും ഇല്ലാതെ, യാതൊരു മുൻപരിചയവും ഇല്ലാതെ ആദ്യമായിട്ട് സിനിമ എടുക്കുന്നവർക്കാണ് കൊടുക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ പിന്നെ പടം എടുക്കാനുള്ള ധനസഹായം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു കുറഞ്ഞൊരു 3 മാസത്തെ ഓറിയൻറ്റേഷൻ കൊടുക്കണം. പിന്നെ ഗവൺമെൻറ് ഫൈനാൻസ് ചെയ്യുന്ന സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സാമൂഹിക പ്രസക്തി വേണം. അതിന് സൗന്ദര്യശാസ്ത്രപരമായിട്ടും സാങ്കേതികമായിട്ടുമൊക്കെ മികവുള്ളതായിരിക്കണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതെങ്ങനെ ഉണ്ടാവും? അത് പടം എടുക്കുന്ന ആളിന് ഇതിനെപ്പറ്റി ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ 2 ദിവസമായി തിരുവനന്തപുരത്ത് നടന്ന സിനിമാ കോൺക്ലേവിലാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസംഗമുണ്ടായിരുന്നത്. ഇതിൽ നടത്തിയ പ്രസംഗത്തിന്റെ വിശദീകരണവുമായാണ് ഇപ്പോൾ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുന്നത്. ദളിതരെയും സ്ത്രീകളെയും കുറിച്ച് മോശമായി പറഞ്ഞിട്ടില്ല. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന എല്ലാ നവാഗത സിനിമാ സംവിധായകർക്കും പരിശീലനം നൽകണമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്. മന്ത്രിക്ക് ചലച്ചിത്ര മേഖലയുമായി ബന്ധമില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചതെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറയുകയുണ്ടായി. ഇന്നലെയായിരുന്നു സിനിമാ കോൺക്ലേവിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തിയത്. അത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്നാണ് ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ നൽകുന്ന വിശദീകരണം. എന്തൊക്കെയാണ് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്, ശ്രീനന്ദ? സിനിമ കോൺക്ലേവ് സമാപന ചടങ്ങിലാണ് ഇന്നലെ അടൂർ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ഒരു പരാമർശമുണ്ടായത്. ഈ പരാമർശം തികച്ചും ശരിയാണ്. താൻ അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നൊരു നിലപാടാണ് ഇന്ന് അദ്ദേഹം പറയുകയുണ്ടായത് മാധ്യമങ്ങളോട്. താൻ പറഞ്ഞത് ഒരിക്കലും ഒരു ജാതി അധിക്ഷേപമോ ആരെയും പ്രത്യേകിച്ച് സ്ത്രീകളെയോ അല്ലെങ്കിൽ ജാതി ഒന്നും തന്നെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. താൻ പറഞ്ഞത് ഈ ഒരു പെട്ടെന്ന് സിനിമയിലേക്ക് ഒരു ആഗ്രഹം തനിക്കുണ്ട്, അതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ പരിശീലനം നൽകണമെന്നാണ് താൻ ഉദ്ദേശിച്ചത്. ഒരിക്കലും താൻ അവിടെ അവരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു നിലപാടല്ല സ്വീകരിച്ചത് എന്നൊരു കാര്യമാണ് അടൂർ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, സ്ത്രീകളെയും ആരെയും തന്നെ താൻ കുറ്റം പറഞ്ഞിട്ടില്ല. എന്നാൽ അത് ആർക്കെങ്കിലും അങ്ങനെ ഒരു കുറ്റമായോ അല്ലെങ്കിൽ ആരെങ്കിലും അത് വേദനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ താൻ അതിൽ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് കൂടി അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സർക്കാരിന്റെ പണം, സർക്കാർ സഹായം നൽകുന്നത് ഒരിക്കലും വെറുതെ ആയി പോകരുത്. അവർ എടുക്കുന്ന നവാഗതരായി വരുന്ന സംവിധായകർക്ക് അവരുടേതായ പ്രാധാന്യം നൽകണം. ഒരു സിനിമ കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്ക്രീനിലോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണാത്ത ഒരു മുഖമായി അവർ മാറിപ്പോകരുത് എന്നൊരു ആഗ്രഹമാണ് തനിക്കുള്ളത്. ഈ ഒരു വിഭാഗത്തിലുള്ളവരും ഉയർന്നു വരണം എന്നൊരു കാര്യമാണ് താൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നൊരു കാര്യമാണ് അദ്ദേഹം കുറച്ചു മുൻപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. താൻ സിനിമ ഇപ്പോഴും ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. തനിക്കിനിയും സിനിമകളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നവാഗതരായി വരുന്നവർക്കും നിരവധി കാര്യങ്ങളായിരിക്കും സിനിമകളിൽ ദിവസം തോറും നിരന്തരം മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങളെല്ലാം തന്നെ പഠിച്ചു വരേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് എന്നൊരു കാര്യമാണ് അടൂർ ഗോപാലകൃഷ്ണൻ കുറച്ചു മുൻപ് നമ്മളോട് പ്രതികരിച്ചത്. ദൃശ്യ ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.